എത്ര വയസ്സിലാണ് കണ്ണ് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത്? 4 വയസ്സിൽ. 4 വയസ്സിൽ. അത് പിന്നെ ഇറച്ചി പിന്നെ പൂജയാക്കി കൊണ്ടെടുക്കാം. ഈ കച്ചവടം എന്നൊക്കെ പറയുമ്പോ ഇരുന്നുള്ള കച്ചവടമല്ല, നടന്നിട്ടില്ലേ? നടന്ന കച്ചവടം. 15 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളെ പറമ്പില് നിങ്ങളെ ആവശ്യത്തിന് തേങ്ങ മറിക്കാൻ തെങ്ങമ്മൊക്കെ കയറുന്നു പറഞ്ഞിട്ടു. ശരിയാ? അത് ശരിയാണ്. 670 വീടില് നിങ്ങൾ നടന്നെത്തും, അതും വ്യത്യസ്ത വഴികള് അല്ലേ? പൊന്നാര ചങ്ങന്മാരെ, ഒരു കുന്നും മാല അങ്ങോട്ട് കയറിയിട്ടേ ആകെ ഇടങ്ങാറായി. കയ്യിനും കണ്ണിനും കാലിനും യാതൊരു കുഴപ്പമില്ലാത്ത ഞാൻ വളരെ കരച്ച്. അപ്പൊ ഇന്നത്തെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇമ്മാരി ഒരു മല ആ കുന്നിന്ന് കാണിച്ചു കൊടുത്തേ. ഓക്കെ, ഞാൻ കയറി വന്ന മല ഉണ്ടല്ലോ, വലിയൊരു കുന്നിന്റെ മുകളിലായിരുന്നു ഞാനുള്ളത്. ഞാൻ ഇന്നിവിടെ കാണാൻ വന്നിട്ടുള്ളത്, നമുക്കൊക്കെ ഒരുപാട് ആളുകൾ ഈ അംഗപരിമിതത്വം അഥവാ വൈകല്യം അനുഗ്രഹമായി കാണുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഇപ്പോൾ നിലവിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൈയില്ല, അല്ലെങ്കിൽ കാലില്ല, കണ്ണില്ല എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ള ആളുകളുടെ പൈസ സഹായം കൊണ്ട്, സാമ്പത്തിക സഹായം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് കൈയില്ലെങ്കിൽ, അല്ലെങ്കിൽ നടക്കാൻ ഒരു കാലില്ലെങ്കിൽ, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചക്കുറവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ സഹായം ആഗ്രഹിക്കും. ഇതൊന്നുമില്ലാതെ ഏകദേശം 81 വയസ്സായ ഒരു സൂപ്പിയാക്കാനെ കാണാൻ വേണ്ടി വന്നതാണ്. 2 കണ്ണുമില്ല, 4ാമത്തെ വയസ്സിലാണെന്നാണ് എന്നോട് ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കണ്ണ് നഷ്ടപ്പെട്ടത്. പക്ഷെ ഇന്നുവരെ ഒരാളുടെ സഹായം പോലും ഇല്ലാതെ സുഖസുന്ദരമായിട്ട് കുടുംബം പോറ്റുന്ന ഒരു സൂപ്പിയാക്കാനെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ കാണിച്ചെന്നല്ലോ വഴി. ഇതൊരു മലയുടെ മുകളിലാണ്, കുന്നിന്റെ മുകളിലാണ്. ഇവിടെയാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന്റെ കച്ചവടം കുറച്ച് താഴെയാണ്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. കാരണം ഒരുപാട് ആളുകൾ കണ്ടാൽ മാത്രം പോരെ, നിങ്ങൾ ഷെയറും ചെയ്യണം. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പഠിക്കാൻ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് സൂപ്പിയാക്ക. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ സൂപ്പിയാക്കാന്റെ വിശേഷങ്ങളാണ്. നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ചങ്ങന്മാരെ, ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞ നമ്മുടെ സൂപ്പിയാക്ക. സൂപ്പിയാക്ക, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് അല്ലേ? ഇത് പിന്നെ സൂപ്പിയാക്കാന്റെ വിശേഷങ്ങൾ അഥവാ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി. നിങ്ങളെ പേരായിരുന്നു? ബാപ്പു അല്ലേ? അറിയുള്ളൂ അല്ലേ? അതെ അതെ അല്ലേ. സൂപ്പിയാക്ക പിന്നെ എത്ര വയസ്സിലാണ് കണ്ണ് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത്? 4 വയസ്സിൽ. 4 വയസ്സിൽ. അത് എങ്ങനെ സംഭവിച്ചാണ് സംഭവം? അത് ഈ പഴയ കാലത്ത് കുട്ടികളെ സോക്കണേ, പീഡക്കണ്ണ് സോക്കണേ, അങ്ങനെ പോയതാണ്. അതിൽ പിന്നെ അന്ന് ഡോക്ടർമാരൊന്നും ഇല്ലല്ലോ, നാടൻ ചികിത്സ ചെയ്ത് കണ്ട് കണ്ണ് പോയതാണ്. നാടൻ ചികിത്സ കിട്ടാതെ പോയതാണ്. അപ്പൊ അന്ന് ചിലപ്പോ ഡോക്ടർമാരൊക്കെ ഉണ്ടാവും ഒരുപാട് ദൂരത്തായിരിക്കും. കണ്ണ് ചികിത്സ നാടൻ ചികിത്സയുള്ളൂ, അത് ബത്തപ്പേരത്ത് എവിടെയും കൂടി ഇല്ല. അപ്പൊ എത്തിപ്പെടാൻ ചികിത്സ കിട്ടാത്തതിന്റെ പേരിൽ അങ്ങനെ നഷ്ടപ്പെട്ടു. 4ാം വയസ്സിലെന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ ശേഷം സൂപ്പിയൊക്കെ എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? പിന്നെ 8 വയസ്സിൽ മദ്രസ പോയി. മദ്രസിലൊക്കെ എത്ര ക്ലാസ് വരെ പോയി? ക്ലാസ് ആയിട്ടല്ല, ഒരു ഉസ്താദിന്റെ ഓത്തുപള്ളി സമ്പ്രദായം ക്ലാസ് ഉണ്ട്. ഞാൻ ഒരു ഉസ്താദിന്റെ പഠിച്ചിട്ടുള്ളൂ. ക്ലാസ് കാറ്റൊന്നുമില്ല. നമ്മള് വേണ്ടത് അത്യാവശ്യം പഠിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ജോലി എന്തായിരുന്നു? പിന്നെ കടല കച്ചവടം ചെയ്തു. കടല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണക്കമീൻ കച്ചവടം ചെയ്തു. പിന്നെ അത് പിന്നെ ഇറച്ചി പിന്നെ പൂജയാക്കി കൊണ്ടെടുക്കാം. ഈ കച്ചവടം എന്നൊക്കെ പറയുമ്പോ ഇരുന്നുള്ള കച്ചവടമല്ല, നടന്നിട്ടില്ലേ? നടന്ന കച്ചവടം. 15 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ 30 കിലോമീറ്റർ ആവും. നടന്നിട്ടുള്ള കച്ചവടം. അല്ല, ഈ ബസ്സിൽ പോണ പരിപാടി ഒന്നുമില്ല. ഈ റൂട്ടിലൊന്നും ബസ്സില്ല. ബസ്സില്ല, സാധനം ചെലവല്ലോ. അപ്പൊ ചെറുപ്പം വീട് ആദ്യം മുതലേ തന്നെയാണ്. വീട് ആദ്യം തറവാട് അവിടെ ഈ കുന്നിന്റെ മുകളിൽ തന്നെ വീട്. അല്ലല്ല, അത് അവിടെ പിന്നെ ഹെൽത്ത് സെന്ററിന്. ഇപ്പൊ ഈ ഒരു വീട്ടില് താമസമായിട്ട് ഇപ്പൊ എത്രയായി? ഇത് ഒരു 40 കൊല്ലായി. 40 കൊല്ലായി. അപ്പൊ ഇപ്പോഴും ഈ ഒരു കുന്നിന്റെ മുകളിൽ തന്നെ. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് കയറി വന്നപ്പോ ഞാൻ ആകെ ചടച്ചു. ഇത് അന്ന് ഈ വജ്ജ് അല്ലല്ലോ, നിങ്ങൾക്ക് വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അത് കൂടെ വജ്ജ് അവിടെ അങ്ങനെ ഒരു കോണിയൊന്നും അല്ലേ? ശരി, ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് വാഹനം വണ്ടികളൊന്നും ഇല്ല? ഇനി എവിടേക്ക് ലോങ് പോകാന്നുണ്ടെങ്കിൽ നടന്നു, പിന്നെ ബസ്സിന് പോകും. ഇവിടെ പരിസരം കംപ്ലീറ്റ് നടന്നും പോകും. ഇപ്പൊ ഇവിടെ മലപ്പുറം ബസ്സിന് പോകും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സ്ഥലങ്ങളൊക്കെ എങ്ങനെ അറിയാതെ മറ്റുള്ളവരോട് ചോദിക്കാം? നമുക്ക് ഒരിക്കൽ പോയ അവിടെ ബസ് നിൽക്കുക, ആ സ്ഥലത്ത് പിന്നെ ആ സ്ഥലത്ത് സ്ഥലത്താണ് എനിക്കറിയാം. നിങ്ങളെ പറമ്പില് നിങ്ങളെ ആവശ്യത്തിന് തേങ്ങ മറിക്കാൻ തെങ്ങമ്മൊക്കെ കയറുന്നു പറഞ്ഞിട്ട്. ശരിയാ? അത് ശരിയാണ്. നമ്മളെ ആവശ്യത്തിന് നിങ്ങൾ ജോലിയായിട്ട് പോയിട്ടില്ല? പഴയ കാലത്താണ്. അന്നും കണ്ണിന്റെ പ്രശ്നം ഇല്ല. അന്ന് അത് നല്ല ആരോഗ്യം ഉണ്ടെന്ന് അർത്ഥം. ഇപ്പൊ 80 എത്ര വയസ്സ് പറഞ്ഞേ? 81 വയസ്സ്. അതേപോലെ തന്നെ പിന്നെ ഉസ്താദുമാർക്ക് ഫുഡ് കൊണ്ടുവരാൻ, ഭക്ഷണം കൊണ്ടുവരാനേ മഹല്ലില് മുഴുവൻ തീവണു. 3 നേരം, രാവിലെ പിന്നെ ഉച്ചക്കും. എത്ര വീടുണ്ട് മഹല്ലില്? 670 വീടുണ്ട്. 670 വീടില്
നിങ്ങൾ നടന്നെത്തും. അത് വ്യത്യസ്ത വഴികള് അല്ലേ, അതെ. അത് ആ ഒരു സംഭവം വല്ലാത്തൊരു സംഭവം അല്ലേ. അതിപ്പോ ഈ കൊറോണന്റെ തൊട്ട് മുമ്പാണ് നിന്നത്. ഓക്കെ ഓക്കെ. അതുവരെ ഇവിടെ ഈ പറയരങ്ങാടി മഹലാണ്. ഈ മഹലിലുള്ള എല്ലാ പെരകളിലും സൂപ്പിയാക്ക് എത്തി രാത്രിയും പകലും ചെയ്യാതെ ഇപ്പൊ പെൽച്ചക്ക് സുബൈക്ക് നോമ്പിനാണെങ്കിൽ അത് കൊണ്ടുകൊടുക്കും. നട്ടപ്പാ സുബൈക്കൊക്കെ പോവും. ആ അത് ശരി അത് ശരി. ഇറച്ചി കച്ചവടം എങ്ങനെ അതും നടന്നിട്ട് തന്നെയാണ്? അതെങ്ങനെ ഇറച്ചി പൊതിയാക്കിട്ട് ഓരോ പൊതിമേലും 1 കിലോത്തിനും ഒരു കെട്ട്, 1 കിലോത്തിനും 2 കെട്ട് ഒരു വീട്ടിൽ കൂടെ അങ്ങനെ പോയി കൊടുക്കുക അല്ല, ഒക്കെ റോട്ടിൽ കൂടി. ആ അത് ശരി. ആ ഓക്കെ. വീട്ടിൽ കൂടി റോട്ടുമ്പോൾ വരിക, അങ്ങനെ വിളിച്ചാലും കൊടുക്കും. അപ്പൊ നിങ്ങളിപ്പോ ഈ ഏരിയയില് എല്ലാവർക്കും അറിയും നിങ്ങളെ സൂപ്പിയാക്കണെന്ന് അറിയും. ഇവരുന്നല്ല ഒരു 20 കിലോമീറ്റർ ചമചാരത്തിൽ അറിയും എല്ലാരും അല്ലേ. 20 കിലോമീറ്റർ വരെ നടന്നിട്ടാണ് ഈ കച്ചവടമൊക്കെ ചെയ്യണത്. ഓലൊക്കെ തന്നെ അറിയും, ഇപ്പോഴും അറിയും. അതെ അതെ. അപ്പൊ പിന്നെ ആ സൂപ്പിയാക്കണെന്ന് പറഞ്ഞ ഒരു പരിഗണനയും പ്രശ്നങ്ങളും സഹായങ്ങളും ഒക്കെ കിട്ടും നിങ്ങൾക്ക്. എനിക്കും അങ്ങനെയാണ് പരിചയം. അതെ. അത് വടക്കാൻ വേണ്ട കടയിൽ കിടന്ന് കടയിൽ കൊന്നാല ബ്രൈനാജി അറിയാം, അയാളെ പേര് വരാം, അവിടുന്ന് ഞാൻ സാധനം കൊണ്ടു എടുത്തിരുന്നത്. ഓക്കെ 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 ശരി. നിങ്ങള് പിന്നെ ഒരു ഓടക്കോയില് ഒരു ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഓടക്കോയിലൊക്കെ സ്വന്തം ഇരുന്ന് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് കേട്ടു. അത് ഞാൻ സ്വന്തം വീട്ടിലിങ്ങനെ നേരം പോക്കിന് പാടണം അല്ലേ. എനിക്കൊന്ന് പാടിച്ചു തരുമോ? ഒരു പാട്ട് ഒന്ന് കേൾക്കാൻ ചെറിയൊരു താല്പര്യമുണ്ട് എനിക്ക്. ഒന്ന് പാടിച്ചു തരുമോ പഴയ ഏതെങ്കിലും ഒരു പാട്ട്? ഇനി പാടണോ? ആ ചെറുതായിട്ട് ഒരു പാട്ട്. അപ്പൊ സൂപ്പൊക്കെ എനിക്ക് നമ്മളെ അപ്പങ്ങളെമ്പാടുന്നില്ല പാട്ടില്ലേ, അതും കൂടി ഒന്ന് കേൾക്കണം. ഇവിടെ ആ ഓക്കെ. അടിപൊളി അടിപൊളി. ഓ മതി മതി മതി. അപ്പൊ സൂപ്പിയാക്കാന്റെ ജീവിതം ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മക്കൾ എത്ര പേരാ? 7 മക്കളുണ്ട്. ആൺകുട്ടികള് 4 അല്ലേ? അവരൊക്കെ ഇവിടുത്തെ നാട്ടിൽ തന്നെയാണോ? പിന്നെ 2 3 ഗൾഫിൽ പോയിക്കുന്നു. ഇപ്പൊ തൽക്കാലമായിട്ട് ഒക്കെ വേറെയാണ്. ഒക്കെയാണ്. എന്നാലും ചെലവ് നമുക്ക് ചെലവിനിപ്പോ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇപ്പൊ സ്വന്തമായിട്ട് ചെറിയൊരു പെട്ടിക്കട ഉണ്ട് നേരം പോക്കിന് അല്ലേ? ചെറിയൊരു പെട്ടിക്കട ഉണ്ട്. അപ്പൊ പെട്ടിക്കടയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് സൂപ്പിയാക്കാന്റെ പിന്നെ എന്താ പറയാ വിശേഷങ്ങള് അല്ലേ? അപ്പൊ എന്താണ് പിന്നെ ഒരുപാട് ആളുകള് സൂപ്പിയാക്കാനെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇത്രയും 2 കണ്ണിനും കാഴ്ചയില്ല, പക്ഷെ അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സംഭവം. ഒരുപാട് ആളുകൾക്ക് പഠിക്കാണ്ട് സൂപ്പിയാക്കാന്റെ ജീവിതത്തിൽ നിന്ന്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഞാൻ ചെയ്യുന്ന വലിയൊരു കാര്യമാണെന്നുള്ളത്? തോന്നിക്കണോ? അതല്ല നിങ്ങള് ചെയ്യണത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ പറയാം, കണ്ണില്ലാത്ത ആളുകളാണ് ഒരുപാട് ആളുകളുണ്ട് റോഡ് സൈഡിൽ സഹായം ചോദിച്ചു മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി കാത്തുക്കണത്. പക്ഷെ സൂപ്പിയാക്ക അതിന് നിൽക്കൂല. സൂപ്പിയാക്ക ഒരാളെയും പിന്നെ ഔദാര്യം വേണ്ടാന്നുള്ള ഒരു ദൃഢ നിശ്ചയമാണെന്ന് ഞാൻ മനസ്സിലാക്കണത്. അന്നും ഇന്നും അധ്വാനിച്ച് ജീവിക്കണ ഒരു മനുഷ്യൻ അല്ലേ? എന്തൊക്കെ ഇങ്ങനത്തെ ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അതൊരു കൈയില്ലെങ്കിലും കാലില്ലെങ്കിലും ഒക്കെ മറ്റുള്ളവരെ സഹായം ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാണ്ടോ സൂപ്പിയാക്കാക്ക്? ചുറ്റുപാടായിട്ട് അങ്ങനെ ഓർക്ക് താല്പര്യം അതാണ് നമുക്ക് അൽഹംദുലില്ലാ പടച്ചവൻ ആരോഗ്യം തന്നിട്ടുണ്ട്. കണ്ണേ കുറവുള്ളൂ, അതിന്റെ പരിമിതികളിൽ നിന്ന് നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? എന്തായാലും പിന്നെ പടച്ചവൻ ദീർഘായുസ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് സൂപ്പിയാക്കാന്റെ ഈ ഒരു ജീവിതത്തെ പറയാനുള്ളത് തന്നെ ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്ന ആളാണ്. മൂപ്പര് ഞാൻ പറഞ്ഞില്ലേ പിന്നെ പല പല കച്ചവടങ്ങൾ. ഇപ്പൊ ബന്നിൻ കച്ചവടം ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഈ ബന്നിന്റെ ഒരു കേസ് പറഞ്ഞല്ലോ. ബന്നിൻ കച്ചവടം രാത്രി പിന്നെ 11 മണിക്ക് ഈ ബന്ന് വാങ്ങിയിട്ട് മൂപ്പര് പള്ളിക്ക് മലപ്പുറത്ത് അവിടെ പള്ളിക്ക് കടന്നുറങ്ങാണ്. ആ കടന്നുറങ്ങിയിട്ട് പിന്നെ 3 മണിക്ക് അവിടുന്ന് നീച്ചു പോരാ. കാരണം ഈ 3 മണിക്ക് നീച്ച പുലർച്ചെ 3 മണിക്ക് നീച്ചിട്ട് ഇത് തരച്ചുമടായിട്ട് ഇവിടെയുള്ള ഹോട്ടൽ അന്നത്തെ കാലത്ത് ചെറിയ ചെറിയ മക്കാനികളാണ്, അതിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാണ്. ഈ മക്കാനികളിലൊക്കെ ഒരു തുറക്കണീന് മുമ്പ് ഓല ചായത്തട്ടുണ്ടാവും, ഈ ഗ്ലാസ്, അതിന്റെ ഒക്കെ ഐറ്റും ഇതൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്താണ്ട് മൂപ്പര് പോരുകയാണ്. എന്നിട്ട് അപ്പൊ ഒരു പുഴക്കാട്ടിരി വരെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 15 കിലോമീറ്റർ കഴിഞ്ഞു. പുഴക്കാട്ടിരി വരെ പോയിട്ട് നടക്കും. നടന്നിട്ട് പിന്നെ മൂപ്പര് ഇങ്ങനെ തിരിച്ചു വരുമ്പോഴേക്കും ഈ ഹോട്ടലൊക്കെ തുറന്നിട്ടുണ്ടാവും. ആ പൈസ മേടിച്ചിട്ട് ഇങ്ങനെ പോരുകയാണ്. അപ്പൊ അങ്ങനെ നമ്മള് കണ്ണുള്ള ആൾക്കാർ വരെ ചെയ്യാൻ തയ്യാറാകാത്ത അത്രയും പിന്നെ ബുദ്ധിമുട്ടി അധ്വാനിച്ചിട്ടാണ് സൂപ്പിയൊക്കെ ഇതാക്കിയിട്ടുള്ളത്. ഇതിന്റെ കഥയൊക്കെ പറഞ്ഞാൽ അവനാന്റെ കുടിയുള്ള തെങ്ങുമ്പോ കയറാനും കയറാനും അതിന് മൂപ്പർക്ക് വേണ്ടി അതൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മള് സ്കൂളിൽ കുട്ടികളിലൊക്കെ പഠിപ്പിക്കുന്ന പല ഹെലൻ കെല്ലറ കഥകൾ, വിദേശികളുടെ കഥകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്വന്തം കാലിന്റെ തൊട്ടുള്ള സൂപ്പിയാക്കാനെ അറിയാതെ അത് അറിയണം. ഇങ്ങനത്തെ ആളുകളും ജീവിച്ചു പോയിട്ടുണ്ടെന്ന് അറിയണം. ഇങ്ങനെയൊക്കെ നീ അങ്ങനെ അംഗവിദ്യ പരിമിതരായ ആൾക്കാർക്ക്, കാഴ്ച പരിമിതരായ ആൾക്കാർക്കൊക്കെ വീട്ടിൽ ഇരിക്കാതെ സൂപ്പിയാക്കാനൊരു തീർച്ചയായിട്ടും മാതൃകയാക്കിയിട്ട് പല പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുള്ളതിനുള്ള ഒരു തെളിവാണ് സൂപ്പിയാക്ക. പിന്നെ പറഞ്ഞില്ല ഏത്തം തകല്, മരത്തുമ്മക്കാരല്, ഇതൊക്കെ ഏത്തം തേകാരണം നെല്ലുണ്ടാക്കാം. പഴയ കാലത്ത് പുഞ്ച തേകാന്നൊക്കെ പിന്നെ വേറെ സംഭവം നിങ്ങൾക്ക് ഈ പിന്നെ ഏറ്റി കൊണ്ടുപോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പിന്നെ ആരോഗ്യം മോശമായിട്ട് അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല അല്ലേ? ഇറച്ചിക്കൊട്ട പിന്നെ എന്നിട്ട് ഓലെന്താ പറഞ്ഞേ? ഓലെന്ന് പറഞ്ഞ ഓല ഞാൻ അങ്ങേപ്പുറത്തെ വീടാന്ന് പിന്നെ ഈ തൊപ്പിക്കട അതിന്റെ മുകളിലുണ്ടായിരുന്നു ഈ കൊട്ടന്റെ. അപ്പൊ അത് നിലത്ത് കെട്ടി പോയി ഓനെ തലയിൽ ഓനെ തോളിലിരുന്ന മാതിരി ഇരുന്നും ചെയ്തു. ഓൻ അങ്ങോട്ട് നോക്കി ഇരിക്കുകയാണ്, ഞാൻ ഇവിടുന്ന് പോകണേ. അത് ശരി. അങ്ങനെ അപ്പൊ എന്തോലും പറഞ്ഞോ? അതേ ഒന്നും പറഞ്ഞില്ല. കണ്ണാട്ടി തരാൻ എന്തോന്നും പറഞ്ഞല്ലോ. അതെന്താ പറഞ്ഞോളൂ? എന്നോട് മൂപ്പര് പറഞ്ഞ കഥ തന്നെയാണ്. എന്താടാ എനിക്ക് കണ്ണ് കണ്ടുകൂടെ, കണ്ണൊന്ന് കാണിച്ചു തരും, ഞാൻ കാണിച്ചു തരും എനിക്കൊന്ന് പറഞ്ഞു. അപ്പൊ സൂപ്പിയാ കാരണമല്ല എന്നാ തിരക്കടില്ലല്ലോ, എനിക്ക് കണ്ണൊന്ന് വലിയ കാര്യമാണ്. അപ്പോഴാണ് സൂപ്പിയാക്കത് മനസ്സിലാവുന്നത് കണ്ണ് കാണാത്ത. അപ്പൊ എന്തായാലും പിന്നെ ഒരുപാട് ആളുകൾക്ക് പിന്നെ എന്താ പറയാ പഠിക്കാനുണ്ട് സൂപ്പിയാക്കാന്റെ ജീവിതം. അപ്പൊ എന്തായാലും ഞാന് സൂപ്പിയാക്ക വീട് നിർത്തുകയാണ്. അപ്പൊ ഇത് കൂടുതലൊന്നും പറയാനല്ലോ. എന്തായാലും എന്നെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സൂപ്പിയാക്ക വലിയൊരു പുസ്തകമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എല്ലാവരോടും ഒരു സലാം പറയാം, ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് വീട് നിർത്തുകയാണ്. എന്നൊരു സലാം പറയോളി. ഓക്കെ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പോൾ സുഹൃത്തുക്കളെ വീട് നിർത്തുകയാണ്. ഞാൻ ഈ ഒരു റോഡൊന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കേ, അതാണ് റോഡ് കണ്ടോ? ആ കുന്നത്ത്, അഥവാ ഞാൻ നിൽക്കുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ്. അവിടേക്കാണ് ഈ നടന്നു വരുന്നത് ഈ ഒരു മനുഷ്യൻ കേട്ടോ. 2 കണ്ണുമില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കണം. 4ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ നിർത്തുകയാണ്. ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.